ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വളരെ കുറവാണ്, നടക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. ഇപ്പോൾ തീർന്നു കിട്ടിയല്ലോ. ഈ ഏഷ്യ കപ്പിൽ തന്നെ മൂന്നാമത്തെ കളി കളിക്കാൻ പോവുകയാണ്. അതായത് ഒരു ബൈലാറ്ററൽ T20 സീരീസ് പോലെയായി. സാധാരണ 3 മത്സരങ്ങളാണ് നടക്കുക. ഇന്ത്യ ഇപ്പോൾ 2-0 മുമ്പിലാണ്. പിന്നെ നമ്മുടെ മുൻതാരങ്ങൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാനോട് കളിക്കരുത്. എന്ത് ചെയ്താൽ ഫൈനലിൽ ഏതായാലും കളിക്കാൻ പറ്റില്ലല്ലോ, കപ്പ് വേണ്ടേ. എന്താലേ കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റഡ് സ്റ്റോറി പോലെയാണ്. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ ഇഷ്യൂ, ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പിലെ ഇഷ്യൂ. ഭയങ്കരം തന്നെ. ആ വന്ന വഴിയെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു കളി പോലും തോൽക്കാതെ ഇന്ത്യയോട് മാത്രം തോറ്റ് പാകിസ്ഥാനുമാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഏഷ്യയിലെ മികച്ച 2ാമത്തെ ടീം ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വലിയ തർക്കങ്ങൾ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ തമ്മിലുണ്ടായിരുന്നു. ഒന്നും നടത്തില്ല, അവരൊക്കെ ഔട്ടായി. ലാസ്റ്റ് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ തന്നെ എത്തിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനോട് ഏഷ്യ കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ബാക്കി T20 വേൾഡ് കപ്പിൽ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ട്, പക്ഷേ ഏഷ്യ കപ്പിൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ല. ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് കണ്ടറിയണം. ഞായറാഴ്ച വാട്ട് എ ഡേ. കഴിഞ്ഞ 2 കളിയും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ലീഗ് സ്റ്റേജിൽ ആദ്യ മത്സരം ആയതുകൊണ്ടും കുറേ നാളുകൾക്ക് ശേഷം കളിക്കുന്നതും കൊണ്ടും ഈ പഹൽഗാം ഇഷ്യൂവിന് ശേഷം ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ടൊക്കെ ഉള്ളൊരു ചെറിയൊരു ഇമ്പോർട്ടൻസ്. എന്നാലും BCCI ഒഫീഷ്യൽസോ സെലിബ്രിറ്റികളോ ആരും കാണാൻ വരിക അങ്ങനെ ചെയ്തില്ല. മൊത്തത്തിലൊരു പ്രതിഷേധത്തിൻ്റെ മറവിലുള്ളൊരു സംഭവമായിരുന്നു. ഈസിയായിട്ട് ഇന്ത്യ ജയിച്ചു. 2ാമത്തെ മത്സരവും ഈസിയായിട്ട് ഇന്ത്യ ജയിച്ചു. അതോടുകൂടി എന്താന്ന് ഇവരെയൊക്കെ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. സൂര്യകുമാർ യാദവ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി റൈവലറി എന്നൊന്നും വിശേഷിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ 99% കളിയും തോറ്റ ടീമിനെ ഞങ്ങളുടെ റൈവലറി ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പാകിസ്ഥാനാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഇപ്പോൾ ഫൈനലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കും? 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇങ്ങനെ ഒരു പറ്റിയിട്ടുണ്ട്. ലീഗ് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു, പക്ഷേ ഫൈനലിൽ പാകിസ്ഥാനോട് ഇന്ത്യ തോറ്റുപോയി. ചിന്തിക്കാൻ വയ്യ ഇനി ഉള്ള കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാന്നുള്ളത്. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ലിറ്ററലി സെമി ഫൈനൽ നല്ല പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. പൊരിഞ്ഞ പോരാട്ടം എന്ന് പറയുമ്പോൾ ബോളേഴ്സ് തമ്മിലുള്ള പോരാട്ടം. അല്ലെങ്കിൽ ഏഷ്യ കപ്പ് അങ്ങനെയാണല്ലോ, ബാറ്റിംഗ് വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ക്ലിക്കായിട്ടുള്ളൂ. അതെ, ശരിക്കും പറഞ്ഞാൽ ബാറ്റിംഗ് ക്ലിക്കായ ഇന്ത്യ തന്നെയാണെങ്കിലും അഭിഷേക് ശർമ്മയെ മാത്രമേ നമുക്ക് റിയലി ആധിപത്യത്തോടുകൂടി ബാറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയുള്ളൂ. ബാക്കി എല്ലാവരും തപ്പി തടഞ്ഞും ഒക്കെ തന്നെയാണ് സ്കോർ ചെയ്തിട്ടുള്ളൂ. ഇന്നലെയും സ്ഥിതി വ്യത്യസ്തമല്ല. ബോളേഴ്സ് തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ആദ്യ ഒരു 15 ഓവർ, ഒരു 14-15 ഓവർ വരെയും ബംഗ്ലാദേശിൻ്റെ കയ്യിലായിരുന്നു കളി. കാരണം മികച്ച രീതിയിലാണ് അവർ ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പാകിസ്ഥാൻ ഒരു ശ്വാസം നേരെ വീണത് ഷാഹീൻ അഫ്രീദി വന്നതോടുകൂടിയാണ്. അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ കൊടുത്തു. നമ്മൾ ഇന്നാളെ ശിവൻ ദുബൈക്ക് കൊടുത്ത പോലത്തെ പ്രൊമോഷനല്ല, 7ാമത് ഇന്നലെ ഒരു അവസരം കൊടുത്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. കാരണം അതുവരെ തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ബാറ്റ്സ്മാൻമാരുടെ മുമ്പിൽ ഷാഹിൻ അഫ്രീദി വന്നിട്ട് 2 പടുകൂറ്റൻ 6 അടിക്കുന്നുണ്ട്. അതോടുകൂടി കുറച്ച് ആശ്വാസം അവർക്ക് വന്നു. പിന്നെ വന്ന മുഹമ്മദ് നവാസും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചാണ് ഈ സ്കോർ 135 എത്തിയത്. 135 എത്തിയപ്പോഴത്തേക്കും ഏകദേശം എനിക്ക് ഉറപ്പായിരുന്നു ഇത്രയും മികച്ച ഒരു ബോളിംഗ് വിക്കറ്റിൽ 135 പാകിസ്ഥാനോട് ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ കൊണ്ട് പറ്റില്ല എന്ന് ഉറപ്പ് തന്നെയായിരുന്നു. കാരണം ബോളിംഗ് പാകിസ്ഥാൻ ചില സീൻ തന്നെയാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. ബംഗ്ലാദേശ് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ ഇങ്ങനെ പടപടാതെ പോയിക്കൊണ്ടേയിരുന്നു. 100 റൺസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ 8 വിക്കറ്റൊക്കെ പോയി. പിന്നെ ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ നമ്മൾ മാർജിനിൽ കാണുമ്പോൾ 11 റൺസിന് തോറ്റു എന്നേ ഉള്ളൂ. എങ്കിലും അത് പാകിസ്ഥാൻ വിജയം ഉറപ്പിച്ചതിന് ശേഷം ബംഗ്ലാദേശ് 3-4 4 6 ഒക്കെ അടിച്ചു എന്നല്ലാതെ അതും അടിച്ചു എന്നൊന്നും പറയാൻ പറ്റാട്ടോ. ബാറ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ തട്ടി 6 4 പോയതാണ്. അങ്ങനെ ബംഗ്ലാദേശ് ഒരു പരിപൂർണ തോൽവിയിലേക്ക് കലാശിച്ചു. അങ്ങനെ ബംഗ്ലാദേശ് ഏഷ്യയിലെ ഏറ്റവും മികച്ച 2ാമത്തെ ടീം ആവാം എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നെങ്കിലും നടന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി ബംഗ്ലാദേശ് ഏഷ്യ കപ്പ് എന്ന സ്വപ്നം ബാക്കി വെച്ച് മടങ്ങുകയാണ്. അവരൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവരെപ്പോഴും ട്രോളിക്കൊണ്ടിരിക്കുന്നതാണ്. എന്ത് ഈ ഏഷ്യ കപ്പ് ഇല്ലല്ലോ ഫൈനലിൽ 2 പ്രാവശ്യം വന്നിട്ടും അങ്ങനെ തോറ്റു പോകുമായിരുന്നല്ലോ. ഇപ്രാവശ്യം അതുതന്നെയാണ് വിധി. അപ്പോൾ ഇനി എല്ലാ കണ്ണുകളും ഞായറാഴ്ച ഇന്നൊരു ട്രയൽ മാച്ച് ഇന്ത്യ കളിക്കുന്നുണ്ട്, ഇന്ത്യ ശ്രീലങ്ക. ദയവ് ചെയ്ത് സൂര്യകുമാറിനോട് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പണി ഒപ്പിച്ചേക്കല്ലേ. നിങ്ങൾക്കൊരു ബാറ്റിംഗ് ഓർഡർ ഉണ്ടല്ലോ, ആ ബാറ്റിംഗ് ഓർഡർ വെച്ച് പ്രാക്ടീസ് ചെയ്യും. ബാറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോളേഴ്സിനെല്ലാം മേലെ കയറ്റി വിട്ടിട്ട് ബാറ്റ്സ്മാൻമാർ പ്രത്യേകിച്ച് സഞ്ജു സാംസനെയൊക്കെ ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്ന് നശിപ്പിക്കല്ലേ. അവസാനം കലവിട്ട് ഉടയ്ക്കല്ലേ പ്ലീസ്. കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു അഹങ്കാരമായി മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത്രയും നാളത്തെ പോലെയല്ല, ഒരു അഹങ്കാരത്തിലേക്ക് മാറുന്നു. എന്തും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മറ്റു ടീമുകളെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ മറ്റു ടീമുകളെ ഒരു പുല്ലുവില കാണിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഓക്കെ, പാകിസ്ഥാനോട് നിങ്ങൾ പ്രതിഷേധിച്ചു, കൈ കൊടുത്തില്ല, അതൊക്കെ ഓക്കെ, അതൊക്കെ ഒരു വേറെ രീതിയിൽ നമുക്ക് എടുക്കാം, ഒരു പ്രതിഷേധം പോലെ. പക്ഷേ നിങ്ങൾ ഒമാനോട് കാണിച്ചത്
കഴിഞ്ഞ കളിയിൽ ബംഗ്ലാദേശിനോട് കാണിച്ചൊന്നും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് ആത്മവിശ്വാസമല്ല, അത് അഹങ്കാരമാണ്. അഹങ്കാരം ഒരിക്കലും മേലോട്ട് പോവില്ല, അതിനുള്ള മറുപടി കിട്ടും. ഇനി ഫൈനലി നിങ്ങളെ കാത്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. നമുക്ക് എത്രയൊക്കെ അവരെ ഒന്നുമല്ല എന്ന് കണ്ടാലും അവരുടെ ഉള്ളിലൊരു ഫയറുണ്ട്. അതെപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് വിധേയരാവാതിരിക്കണമെങ്കിൽ ഇന്നത്തെ മത്സരമൊക്കെ നല്ല മികച്ച രീതിയിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള വഴി നോക്കണം. കേട്ടോ.